അപ്പം ഞാൻ 20 നിയോജക മണ്ഡലത്തിലും ഒരു റൗണ്ട് പോയി കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. UDF തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത്. സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ തന്നെ UDF വ്യക്തമായ ഒരു മേൽക്കൈ തിരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു. സീറ്റ് വിഭജനം സംബന്ധിച്ച് UDF നടന്ന ചർച്ചകൾ, സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ, ഇതൊക്കെ വളരെ സ്മൂത്തായിരുന്നു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരുടെയും കൂടി സഹകരണത്തോട് കൂടിയിട്ടുള്ള ഒന്നായിരുന്നു. ഇതിനിടയിലാണ് LDF ഒരു ഘടകകക്ഷി RSP അത് വിട്ട് UDF വന്നത്. ഇതെല്ലാം തന്നെ UDF സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രതീക്ഷ ഉണർത്തി. ആ ആത്മവിശ്വാസം ഇങ്ങനെ താഴെ തട്ടിൽ വരെ ഉണ്ട്. എപ്പോഴും UDF ഏറ്റവും പ്രയോജനകരമായ ഒരു മുന്നേറ്റം വരുന്നത് അവസാന ഘട്ടത്തിലാണ്. ഇപ്പം സോണിയാജിയും രാഹുൽ ഗാന്ധിജിയും പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള സീനിയർ 2 നേതാക്കൾ ശ്രീ AK ആൻ്റണിയും ശ്രീ വയലാർ രവിയും. അപ്പോൾ ഇവരെല്ലാം ഇനി ഉള്ള ദിവസങ്ങളിലാണ് ഈ പര്യടന പരിപാടിക്ക് വരുന്നത്. അത് അണികളിൽ വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ UDF നേതാക്കൾ, IOML പ്രസിഡന്റ് ബഹുമാനായ തങ്ങളുടെയും മാണി സാറിൻ്റെയും അടക്കമുള്ള പരിപാടികളും ഈ ദിവസങ്ങളിലാണ് മറ്റ് ജില്ലകളിലേക്ക് നിയോജക മണ്ഡലങ്ങളൊക്കെ മാറി വരുന്നത്. ശ്രീ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ പര്യടന പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. അത് വരുമ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ പ്രശ്നങ്ങൾ, വളരെ പ്രാധാന്യം അറിയിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കൂടി വിലയിരുത്താനുള്ളൊരു അവസരമാണ് എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായും പ്രതിപക്ഷം അതിനെ സ്വാഗതം ചെയ്യും എന്നാണ് വിശ്വസിച്ചത്. പക്ഷേ ശ്രീ പിണറായി വിജയൻ അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാകുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹം ഇല്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. UDF സംബന്ധിച്ചിടത്തോളം ദേശീയ പ്രശ്നങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലും സംസ്ഥാന രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആ നിലയിൽ 2 കാര്യങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യുക. കാരണം ഒരു ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ, സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ചയ്ക്ക് വരുന്നത് സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ്. അത് ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾ സന്തോഷപൂർവ്വം അതിനെ മുൻകൈ എടുത്തത് ആത്മവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നതിലും സംശയമില്ല. നിങ്ങളെല്ലാം ഇന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇന്നത്തെ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള റിയാക്ഷൻ. എന്നോട് മാന്നാറി വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പം ഞാൻ ഈ മീറ്റ് ദി പ്രസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഒരു മീറ്റ് ദി പ്രസ് ഇവിടെ വെച്ച സാഹചര്യത്തിൽ പിന്നെ ഇവിടെ വന്നിട്ടാകാം എന്നുള്ളത് വെച്ചു എന്ന് മാത്രമല്ല, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ആ സമയത്ത് അറിയത്തുമില്ലായിരുന്നു. അപ്പം കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയ ശേഷം ഇതാകാം എന്ന് വെച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ആ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുക. CBIക്ക് വിട്ടുകൊണ്ടുള്ള അന്വേഷണത്തെ, ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെൻറ് കോടതിയിൽ തന്നെ ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അതിനു പുറമെ രേഖാമൂലം അറിയിച്ചിരുന്നു. CBI അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു മടിയുമില്ല, തടസ്സവുമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ജഡ്ജ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇവരുടെ ജഡ്ജ്മെൻറ്റിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത്
പറഞ്ഞിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ മാത്രമല്ല, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പൊതുവെ സ്വീകരിച്ചിട്ടുള്ള സമീപനം CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞ് വരുന്നവരുടെ ആവശ്യത്തിന് നേരെ ഈ ഗവൺമെൻറ് നോ പറഞ്ഞിട്ടേ ഇല്ല. സംസ്ഥാന അന്വേഷണ ഏജൻസി അവരുടെ കടമ നിറവേറ്റും, യാതൊരു തടസ്സവും കൂടാതെ അതിൻ്റെ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകും. അതേസമയത്ത് അഗ്രീവ്ഡ് പാർട്ടി ഞങ്ങൾക്ക് വേറൊരു ഏജൻസി വേണം. അപ്പം പോലീസിനകത്ത് തന്നെ ഇതുപോലെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതും ഞങ്ങൾ കണക്കിലെടുക്കും. ക്രൈം ബ്രാഞ്ചിന് വിടണം, അല്ല സ്പെഷ്യൽ ടീമിനെ വെക്കണം, അതും ചെയ്യും. CBIക്ക് വേണ്ടി വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് അത് അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളൊരു സെലക്റ്റീവ് ആയിട്ട് ഇഷ്ടമുള്ളത് വിടുക, ഇഷ്ടമില്ലാത്തത് വിടാതിരിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ ഒരു തത്വം ഇതാ, ഒരു അഗ്രീവ്ഡ് പാർട്ടിയുടെ ആവശ്യം അംഗീകരിക്കുക. ഇത് തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു സമീപനം. ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ്സ് ഉണ്ട്, അവർ അവരുടേതായ കടമ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിറവേറ്റും. പക്ഷെ അഗ്രീവ്ഡ് പാർട്ടിക്ക് പറയുകയാണ് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണം എന്ന് പറഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ് എന്ന ചുമതലയിൽ കഴിയുന്നത്ര എല്ലാം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറെ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു പോളിസി കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് യാതൊന്നും മറച്ചു വെക്കാനില്ല. എല്ലാം സുതാര്യമായിട്ട് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇപ്പം സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദം നിയമസഭയിൽ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തു. ഏത് അന്വേഷണത്തിനും തയ്യാറാണ് എന്ന് നിയമസഭയ്ക്കകത്ത് ഞാൻ പ്രഖ്യാപിച്ചു, നിയമസഭയ്ക്ക് പുറത്തു പറഞ്ഞു. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾ നിർബന്ധം പിടിച്ചു. ഇതൊരു ചീറ്റിംഗ് കേസാണ്. കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ പേരിലുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കിയ ശേഷം ഏത് അന്വേഷണവും നടത്താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതേ പ്രതികളുടെ പേരിൽ ഒരു കേസ് ഈ ആലപ്പുഴ ആണെന്ന് തോന്നുന്നു ഇവിടെ വന്നു, കേസെടുത്തു, അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞ് പിന്നെ വേറെ ഇതില്ല, പിന്നെ അത് നടന്നിട്ടില്ല. അതുപോലെ ഈ കേസിന് വരാതിരിക്കാൻ വേണ്ടി അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഏത് അന്വേഷണവും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഹൈക്കോടതിയിൽ ഒരാൾ CBI അന്വേഷണത്തിന് വേണ്ടി ആ സമയത്ത് കേസിന് കൊടുത്തു. ഈ കേസ് ആദ്യം വന്ന ആദ്യത്തെ ആഴ്ചകളിൽ വന്നു. ഞങ്ങളപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഈ പോളിസി അനുസരിച്ചുകൊണ്ട് എതിർക്കാൻ പറ്റില്ല. അതേ സമയത്ത് പോലീസിൻ്റെ അന്വേഷണം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രതികളെയെല്ലാം അവരുടെ പേരിലുള്ള കേസന്വേഷണം പൂർത്തിയാക്കിയിട്ട് പുതിയ അന്വേഷണം എന്ന കാര്യം അന്നേരം CBI അന്വേഷണത്തിന് വിട്ടാൽ വരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു എന്തു വേണം. എതിർക്കാനും മേല, അംഗീകരിക്കാനും മേലാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തു വേണം എന്ന് ആലോചിച്ചത് മാധ്യമങ്ങളിൽ ഒരു വാർത്തയായി, CBI അന്വേഷണത്തിന് വിടാൻ ഗവൺമെൻറ് ആലോചിക്കുന്നു. അപ്പോഴത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ് അതിനെ എതിർത്തത്. ഇത് CBIക്ക് വിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് അന്ന് അതിനെ ശക്തിയായ രീതിയിൽ ഉള്ള എതിർപ്പ് വന്നു. നടന്ന സംഭവം ഇതാ, ഹൈക്കോടതി കേസ് വന്നു. അപ്പോൾ എന്തു വേണം? അത് പിന്നെ കോടതിയിൽ കേസന്വേഷണം പുരോഗമിക്കുകയാണ്. കേസന്വേഷണം പുരോഗമിച്ച ശേഷം ആവശ്യമായ ഏത് അന്വേഷണവും തയ്യാറാണ് എന്ന് പറഞ്ഞാണ് അന്ന് അതിൽ നിന്ന് പോകുന്നത്. ഞാൻ പറഞ്ഞത് CBI അന്വേഷണം അന്നും നമുക്ക് എതിർപ്പുണ്ടായിരുന്നില്ല.